നെക്സ്റ്റ് പറയാൻ പോകുന്ന ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ പ്രോസസ്സാണ് കേട്ടോ. സോ ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രീ ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് പ്രിപ്പയറിംഗ് ദ മെറ്റീരിയൽ ബൈ കോൺസെൻട്രേറ്റിംഗ്, ഫോർമുലേറ്റിംഗ് ഓർ ഇൻക്രീസിങ് സർഫസ് ഏരിയ. അതായത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ കോൺസെൻട്രേറ്റിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സർഫസ് ഏരിയ കൂട്ടുകയോ ചെയ്യുന്നു. രണ്ടാമത് ഫ്രീസിംഗ് ആണ്. സോൾഡിഫൈങ് ദ വാട്ടർ കണ്ടന്റ് ബൈ കൂളിംഗ് ദ മെറ്റീരിയൽ ബിലോ ഇറ്റ്സ് യൂട്ടറ്റിക് പോയിന്റ്. സോ ആ മെറ്റീരിയലിൻ്റെ യൂട്ടറ്റിക് പോയിന്റിനേക്കാൾ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിലുള്ള വെള്ളത്തിനെ സോൾഡിഫൈ ചെയ്യുന്നു. അതിനുശേഷം പ്രൈമർ ഡ്രൈയിങ് ചെയ്യുന്നു. റിമൂവിങ് ദ മെജോറിറ്റി ഓഫ് വാട്ടർ ബൈ സബ്ലിമേഷൻ അണ്ടർ വേക്കം ആൻഡ് കൺട്രോൾ ടെമ്പറേച്ചർ. സോ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് സബ്ലിമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം റിമൂവ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡറി ഡ്രൈയിങ് ഉണ്ട് ഡിസോപ്ഷൻ ദ റിമൈനിങ് റെസിഡൽ മോയ്സ്ചർ അണ്ടർ ഹൈ വേക്കം ആൻഡ് എലിവേറ്റ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂട്ടി ഹൈ വേക്കത്തിൽ ബാക്കിയുള്ളത് കളയുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, പ്രീ ട്രീറ്റ്മെന്റ് സർഫസ് ഏരിയ കൂട്ടുന്നു, ഫ്രീസിങ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫ്രീസിങ് ചെയ്ത് യൂട്ടറ്റിക് പോയിന്റിനേക്കാളും താഴേക്ക് കൊണ്ടുവരുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്നു. ആൻഡ് പ്രൈമർ ഡ്രൈയിങ് ചെയ്യുന്നു. മെജോറിറ്റി വെള്ളം സബ്ലിമേഷൻ വഴി വേക്കത്തിലേക്ക് കൂടെ പോകുന്നു. ആൻഡ് സെക്കൻഡറി ഡ്രൈയിങ് ആണ്. സോ മോയ്സ്ചർ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് റെസിഡലായിട്ട് ഹൈ വേക്കത്തിൽ എലിവേറ്റ് ടെമ്പറേച്ചറിൽ സെക്കൻഡറി ഡ്രൈയിങ്ങിലും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അഡ്വാൻറ്റേജ് ആണ്. സോ നമുക്ക് പ്രിസർവ് ക്വാളിറ്റി. സോ ക്വാളിറ്റീസ് വലിയ ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയതോ അല്ലെങ്കിൽ ഡെലിക്കേറ്റ് മെറ്റീരിയൽ പോലും പ്രിസർവ് ചെയ്യാൻ പറ്റും. ആൻഡ് പോറസ് സ്ട്രക്ചർ ആണ്. ദ ഡ്രൈഡ് പ്രൊഡക്റ്റിന് പോറസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ റീഹൈഡ്രേറ്റ് സ്ട്രക്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ദി ഡ്രൈഡ് പ്രൊഡക്റ്റ് ഹാസ് എ പോറസ് ഈസിലി റീഹൈഡ്രേറ്റ് സ്ട്രക്ചർ. സോ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് തന്നെ ഡ്രൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഷെൽ ലൈഫ് എക്സലൻറ്റ് സ്റ്റോറേജും സ്റ്റെബിലിറ്റി ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ പ്രൈമറി ഡ്രൈയിങ് ഉണ്ട്, സെക്കൻഡറി ഡ്രൈയിങ് ഉണ്ട്, രണ്ട് ഡ്രൈയിങ് അവിടെ ചെയ്യുന്നത് അല്ലേ. സോ ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ ടാബ്ലറ്റ് ഗ്രാനുലേഷൻ ഉപയോഗിക്കാറുണ്ട്, കോട്ടിങ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, മൾട്ടി ഫംഗ്ഷനിലെ ഗ്രാനുലേഷനും മിക്സിങ്ങും ഒക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഡ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഫ്രീസ് ഡ്രൈയിങ് തന്നെയാണ്. ഇൻജെക്റ്റബിൾസ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഈ ഫ്രീസ് ഡ്രൈയിങ്ങിന് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ആണ്. ഓർഗാനിക് പൗഡേഴ്സിലെ ഒരു സ്റ്റാറ്റിക് ചാർജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എന്തുകൊണ്ടാണ്, ഇവിടെ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ വേക്കം പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് പ്രാവശ്യം ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത് കൊണ്ട് ഒരു സ്റ്റാറ്റിക് ചാർജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അട്രിഷൻ ആണ് നെക്സ്റ്റ്. ഈ നമ്മൾ മേ ബി ഈ മെറ്റീരിയൽസ് തമ്മിൽ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ട് വീണ്ടും ഫൈൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൗഡേഴ്സ് ഗ്രാനുൾസ് കൊടുക്കുമ്പോൾ ഗ്രാനുൾസ് വീണ്ടും തമ്മിൽ എന്ത് ചെയ്യാം, തമ്മിൽ മുട്ടി 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 കുഞ്ഞു കുഞ്ഞു പൗഡേഴ്സായി മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ബാച്ച് ഓപ്പറേഷൻ ആണ്. സോ വേക്കം ഡ്രൈയിങ് എന്ന് പറയുന്നത് ഒരു ബാച്ച് പ്രോസസ്സാണ്, പക്ഷേ ലോ എഫിഷ്യൻസി ആണ്. സോ വേക്കം ഡ്രൈയിങ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത് എന്താണ്, ലോ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. സോ കമ്പാരിസൺ ഓഫ് ഡ്രൈയിങ് മെത്തേഡ് ആണ്. സോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈയിങ് ടൈം ഏറ്റവും ഫാസ്റ്റ് വന്ന് ഫ്ലൂയിഡൈസ്ഡ് ബെഡും പിന്നെ വേക്കം ആൻഡ് ഫ്രീസിങ്ങും ആയിരിക്കും. തെർമൽ സെൻസിറ്റിവിറ്റി മോഡറേറ്റ് ഹൈയസ്റ്റ് ആയിരിക്കും. ആൻഡ് എഫിക്കസി ഹൈ ലോവർ ആയിരിക്കും. ആൻഡ് കോസ്റ്റ് ലോ ഹൈ ലോവർ ആയിരിക്കും. സോ ഇത്രയാണ്. സോ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.